ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. എന്തായാലും ഇനി നാളത്തത് കൊണ്ട് നമ്മുടെ ഈ ഒരു കഥ തന്നെ അവസാനിക്കുകയാണ്. അപ്പോൾ ക്ലൈമാക്സിന് മുന്നേ ചെറിയ ട്വിസ്റ്റുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ കുടുംബവിളക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സുമിത്ര റൂമിലിരിക്കുന്ന സമയത്ത് സുമിത്രയെ കാണാൻ വേണ്ടിയിട്ട് മക്കൾ 4 പേരും കൂടെ റൂമിലെത്തി. അല്ല, എന്താണ് ഇപ്പൊ എന്ത് പറയാനുണ്ടെങ്കിലും 4 പേരും കൂടെ ആണല്ലോ വരുന്നത്. നിങ്ങൾക്കൊക്കെ എന്നെ പേടിയാണെന്ന് സുമിത്ര ചോദിക്കുമ്പോൾ അതൊന്നും കൊണ്ടല്ലമ്മേ, ഞങ്ങൾ അമ്മയോടൊരു വിവരം പറയാൻ വേണ്ടി വന്നതാണ്. ദേ ഇത് കണ്ടോ, മുഹൂർത്തം കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച പകല് 11 മണിക്കാണ് മുഹൂർത്തം എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന പാടെ തന്നെ സുമിത്രയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത്. എന്നാലും സുമിത്ര ഇതൊന്നും മുഖത്ത് കാണിക്കാതെ മറ്റു കാര്യങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ പൂജ പറഞ്ഞു, അമ്മ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അത് വിശ്വനാഥൻ സാറിന് അമ്മയോട് ഫോണിലൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം കൂടെ അമ്മ ഒന്ന് അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പം എന്താ വേണ്ടത്? ഈ വിവാഹത്തിന് സമ്മതിച്ചത് തെറ്റായി പോയോ? ഇനി ഞാനത് മാറ്റണമെന്ന് ചോദിക്കുമ്പോൾ മക്കൾ 4 പേരും ഒരക്ഷരം പോലും മിണ്ടാതെ അവിടുന്ന് അവരവരുടെ കാര്യം നോക്കി പോവുക. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയി നമ്മുടെ സുമിത്രയുടെ വിവാഹ ദിവസം എത്തി. അപ്പം സുമിത്രയാണെങ്കിൽ ആ ഒരു സെറ്റിയിൽ അതൊരു പഴയ സാരിയൊക്കെ എടുത്തുകൊടുത്ത് റെഡി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മ അങ്ങ് വന്നു. അച്ഛമ്മ അമ്പലത്തിൽ പോകാനുള്ളൊരു വേഷത്തിൽ തന്നെയാണ് സെറ്റും മുണ്ടുമൊക്കെ കൊടുത്ത്. അങ്ങനെ സരസ്വതി അമ്മ വന്ന പാടെ തന്നെ സുമിത്രയോട് പറഞ്ഞു, മോളെ എടി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. സുമിത്രയാണെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്ത് പറ്റി? അങ്ങനെ സരസ്വതി പൊട്ടിക്കരയാണ്. സുമിത്രയെ, മോളെ എടി, നീ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകുമല്ലോ. എനിക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് മോളെ. ഞാൻ എത്രമാത്രം നിന്നെ കഷ്ടപ്പെടുത്തിയതാ. എന്നിട്ടും ഈ വയസ്സാം കാലത്ത് നീ മാത്രമാണല്ലോ എനിക്ക് തുണയായിട്ടുണ്ടായത്. അങ്ങനെ അച്ഛമ്മയുടെ മനസ്സിലെ വിഷമങ്ങൾ മുഴുവനും സുമിത്രയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ദേ അമ്മയ്ക്ക് ഞാനുണ്ടാകൂ എന്നും. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. അതുകൊണ്ട് അമ്മ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സരസ്വതി അമ്മയെ കെട്ടിപ്പിടിച്ച സുമിത്ര പറഞ്ഞു, ദേ എൻ്റെ അമ്മയുണ്ടല്ലോ, ഇതുപോലെ ഇച്ചിരി കുശുമ്പും കുന്നായ്മയും ഒക്കെ ആയിട്ട് തന്നെ ഇച്ചിരി അഹങ്കാരമൊക്കെ ഇരുന്നോട്ടെ, എനിക്ക് ഇങ്ങനെ തന്നെ കാണാനാ ഇഷ്ടമെന്ന് പറഞ്ഞു. സരസ്വതിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്നു. ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലോ പൂജയും അനന്യയും അതുപോലെ സ്വരമോളും കൂടെ റെഡി ആയിട്ട് വരാതെ തന്നെ നമ്മുടെ പ്രതീഷിനെയും അനിരുദ്ധിനെയും സുമിത്ര അന്വേഷിക്കുമ്പോഴത്തേക്കിനും അവർ നേരത്തെ അമ്പലത്തിലേക്ക് പോയി. നമുക്കിപ്പോൾ തന്നെ പുറപ്പെടണം, മുഹൂർത്തത്തിന് സമയമായിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് അനന്യ ഇവരെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആ ഒരു സമയമാണെങ്കിലോ നമ്മുടെ പ്രതീഷും അനിരുദ്ധും കൂടെ നിന്ന് സംസാരിക്കുക. ഏട്ടാ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം റെഡിയാടാ. ദേ ഇപ്പോഴാണെങ്കിലും ഒരുപാട് നമ്മുടെ ഈ വിവാഹ വിവരം അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ ആരുടെയും ഒരു കോളും എടുക്കാൻ കൂട്ടാക്കിയില്ല എന്നും പറഞ്ഞ് ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുമിത്രയും അതുപോലെ അമ്മയും സരസ്വതി അമ്മയും നമ്മുടെ അനന്യയും ശീതളും പൂജയൊക്കെ കൂടെ വരുന്നത്. അപ്പൊ ഇവര് വരുമ്പോഴത്തേക്കിനും അമ്മയൊക്കെ എത്തി, സമാധാനമായി. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ശീതൾ അങ്ങോട്ട് ഓടി വരികയാണ്. ശീതൾ വന്നപ്പോൾ, മോളെ ശീതളെ, നീ സച്ചിനും ഒക്കെ നേരത്തെ വന്നു എന്ന് സുമിത്ര അന്വേഷിക്കുമ്പോൾ, അതെ അമ്മേ, ഇതെന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ദിവസം തന്നെയാ, ഒരുപാട് സന്തോഷം തരുന്ന ഒരു ദിവസം. അങ്ങനെ ഇവര് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ദീപവും ചിത്രയും കൂടെ വരിക. ഇവരെ കണ്ട പാടെ തന്നെ നമ്മുടെ പ്രതീക്ഷ ആണെങ്കിലോ വാ ദീപുങ്കളെ വാ എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിന് ദീപുവിനെ ക്ഷണിച്ചു. അപ്പൊ സുമിത്ര ചോദിക്കുന്നുണ്ട്, അപ്പു എവിടെ പോയി ദീപു? അപ്പു വരുന്നുണ്ട് ചേച്ചി, അപ്പുവിന്റെ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്, അവൻ എത്തിക്കോളാന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാരും കൂടെ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധ് പറഞ്ഞു, ആ മുഹൂർത്തത്തിന് അധികം സമയമൊന്നുമില്ല, അമ്മയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ അനന്യ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് അനന്യയെ ചട്ടപ്പെടുത്തി. അങ്ങനെ ഇവര് ഡ്രസ്സിംഗ് റൂമിൽ എത്തിയ പാടെ സുമിത്രയാണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന മുല്ലപ്പൂവും പട്ടുസാരിയും സ്വർണവും ഒക്കെ കാണുമ്പോഴത്തേക്കിനും, അല്ല ഇതൊക്കെ ആർക്കൊരുങ്ങാൻ വേണ്ടിയിട്ടാണ്? അപ്പൊ അനന്യ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടാ, ഒരു കല്യാണം അല്ലേ, അനിരുദ്ധിനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മ ഒന്ന് ഒരുങ്ങി വരണമെന്ന്. അതുമല്ല വിശ്വനാഥൻ സാറും കൂട്ടരും ഒക്കെ വരുമ്പം അമ്മ ഒരുങ്ങി വേണ്ടേ നിൽക്കാനെന്ന് പറഞ്ഞു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഈ ഒരുക്കങ്ങളൊന്നും വേണ്ടാന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും അനുസരിക്കാത്തതെന്ന് സുമിത്ര ചോദിക്കുമ്പോൾ മക്കളൊക്കെ മിണ്ടാതെ നിൽക്കുക.
ദേ ദീപു, നിങ്ങൾ ഇവരെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോയിക്കേ, പൂജ മാത്രം ഈ റൂമിൽ നിന്നാ മതിയെന്ന് പറഞ്ഞു. അപ്പൊ പൂജ ആണെങ്കിൽ ഇതെന്താപ്പ എന്നെ മാത്രം നിർത്തുന്നത്? അങ്ങനെ അവൾ അവിടെ അമ്പരന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്താണെങ്കിലും വരൻ അവിടെ എത്തുകയാണ്. നമ്മുടെ വിശ്വനാഥൻ തന്നെ. വിശ്വനാഥനെ കണ്ട പാടെ തന്നെ നമ്മുടെ അനിരുദ്ധും പ്രതീഷും കൂടെ പോയി സ്വീകരിച്ചു. സാറേ അതെ ഇങ്ങോട്ട് വാ, എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ട്, മുഹൂർത്തത്തിനും ഒക്കെ സമയമായിട്ടുണ്ട്. സാറിനെ അവിടെ സ്വീകരിച്ചിരുത്തുന്ന ഒരു സമയം നമ്മളെ കാണിക്കുന്നത് സുമിത്രയെ വിളിക്കാൻ വേണ്ടി തിരുമേനി വന്ന് പറയുന്നതാണ്. അപ്പം തിരുമേനി പറഞ്ഞതനുസരിച്ച് അനിരുദ്ധും പ്രതീഷും കൂടെ സുമിത്രയെ വിളിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിനും സുമിത്ര ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരിക. അപ്പൊ അമ്മയെ കണ്ടതും അമ്മ എന്താ അമ്മ ഒരുങ്ങാതെ വന്നത്? ദേ ആ വിശ്വനാഥൻ സാർ അവിടെ മണ്ഡപത്തിൽ ഇരിക്കുകയാണ്, സാർ എന്ത് വിചാരിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതൊക്കെ ഉണ്ട്, ഇവിടെ വേറെയും ചില ചടങ്ങുകളൊക്കെ നടത്താനുണ്ടെന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും എല്ലാവരും അവിടെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക, എന്ത് ചടങ്ങാണ് ഇനി ചെയ്യാനുള്ളതെന്ന്. അതൊക്കെയുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്ന വിവാഹം അത് സമയത്തിന് തന്നെ നടക്കും, കറക്റ്റ് മുഹൂർത്തത്തിൽ തന്നെ ആ വിവാഹം നടക്കും അല്ലേ ദീപു എന്ന് ചോദിക്കുമ്പോൾ ദീപുവും നമ്മുടെ ചിത്രയും ചെറു പുഞ്ചിരിയോടുകൂടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ കഥയറിയാതെ നമ്മുടെ സരസ്വതിയമ്മയും അനിരുദ്ധും പ്രതീക്ഷയും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല ഇത് എന്താ ഇവിടെ നടക്കുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് മോളെ പൂജ എന്ന് വിളിക്കുമ്പോഴത്തേക്കിനും പൂജ അവിടെ എത്തി. പൂജ സർവ്വ ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് ഒരു നവവധു വരുന്നത് പോലെ അങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി വരുമ്പോഴത്തേക്കിനും ഇതെന്താ അമ്മ ഈ നടക്കുന്നത്? വിശ്വനാഥൻ സാറിനെ ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്, സാർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സുമിത്ര പറഞ്ഞു ഇന്നിവിടെ നടക്കാൻ പോകുന്ന വിവാഹം പൂജയുടെ വിവാഹമാണ്. അപ്പൊ വരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേന്ന് ചോദിച്ചു. അമ്മ എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നതെന്ന് അനി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നമ്മുടെ അപ്പു എത്തി. അപ്പൊ അപ്പുവിന്റെയും പൂജയുടെയും വിവാഹം നടത്താൻ വേണ്ടിയാണ് സുമിത്ര ഇത്രയും പ്ലാനൊക്കെ ഇട്ടത്. അങ്ങനെ അവരൊരുങ്ങി അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും അമ്മ ഞങ്ങൾ ഇനി അദ്ദേഹത്തിനോട് എന്ത് സമാധാനം പറയും, വിശ്വനാഥൻ സാർ എന്ത് വിചാരിക്കും, അമ്മ എന്തൊക്കെയാ അമ്മ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ സംസാരിച്ചപ്പം അതിനങ്ങോട്ട് വന്ന പാടെ തന്നെ നിങ്ങൾ എൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട, ദേ ഈ കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞിട്ട് തന്നെയാ വന്നത്, ഞാൻ ഇന്ന് പൂജയുടെയും അപ്പുവിൻ്റെയും വിവാഹം കൂടാൻ തന്നെയാ വന്നേന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ദീപു പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചേച്ചി നേരത്തെ അറേഞ്ച് ചെയ്തതാ, പിന്നെ രഞ്ജിതയുടെ ഭീഷണി ഉള്ളത് കൊണ്ട് മാത്രമാ ഈ കാര്യങ്ങൾ ആരോടും പറയണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ അപ്പുവിൻ്റെയും പൂജയുടെയും വിവാഹം നടക്കും എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സുമിത്ര പറഞ്ഞു അതെ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് സംസാരിച്ചപ്പോഴത്തേക്കിനും വിശ്വനാഥനാണെങ്കിലും സുമിത്രയെ പരിചയപ്പെടാൻ സാധിച്ചതും സുമിത്രയോട് സംസാരിക്കാൻ സാധിച്ചതും ഒക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ്. ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടിയല്ലോ നിങ്ങൾക്ക്, നിങ്ങൾ ഭാഗ്യം ചെയ്ത പിള്ളേരാണെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ സുമിത്ര തന്നെ വന്ന് കണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കുടുംബവിളക്കിന്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ദാ എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ദാ നമ്മൾ നാളെ ക്ലൈമാക്സ് വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരുന്ന് കാണുക. താങ്ക്